കേരളത്തിൽ പുതിയ മുന്നണി രൂപീകരിക്കാൻ PV അൻവർ. TMCയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന പേരിലാണ് കൂട്ടായ്മ. മുന്നണി സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നതെന്നും ചിഹ്നം തീരുമാനിച്ചില്ലെന്നും PV അൻവർ പറഞ്ഞു. LDF UDF വിമർശനം നടത്തിയാണ് PV അൻവർ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. ഇരു മുന്നണികളിലെയും അസംതൃപ്തരുടെ വോട്ട് നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് വിമർശനം. ഇതിന് പിന്നാലെയാണ് LDF UDF NDA മുന്നണികളെ കൂടാതെ ഈ മുന്നണികളുടെ ഭാഗമല്ലാത്ത ചെറു പാർട്ടികളെ കൂടെ കൂട്ടാൻ PV അൻവറിന്റെ ശ്രമം. TMC നേതൃത്വത്തിൽ ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന പേരിലാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടായ്മ രൂപീകരണം. ഒരുപാട് ചെറുകിട സംഘടനകൾ, പ്രത്യേകിച്ചും കാർഷിക മേഖലയിലുള്ള ആളുകൾ, ഇവരുടെയൊക്കെ ഒരു ആവശ്യമായിരുന്നു ഒരു ജനകീയ പ്രതിപക്ഷ മുന്നണി ഉണ്ടാക്കണമെന്ന്. അവരുടെയൊക്കെ താല്പര്യപ്രകാരം തന്നെയാണ് ഒരു മുന്നണിയുടെ കീഴിൽ മത്സരിക്കുക എന്ന തീരുമാനമുണ്ടായത്. TMC പിന്തുണയ്ക്കുന്ന മുന്നണി സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് മത്സരിക്കാനാണ് PV അൻവറിന്റെ നീക്കം. ചിഹ്നം തീരുമാനിച്ചിട്ടില്ലെന്നും TMC ചിഹ്നമായ പൂവും ചെടിയും ചിഹ്നത്തിലോ സ്വതന്ത്ര ചിഹ്നത്തിലോ ആകും മത്സരിക്കുകയെന്നും PV അൻവർ പറഞ്ഞു. ചിഹ്നം നമ്മൾ രണ്ട് ചിഹ്നം, അതായത് AITC ഇവിടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിനൊരു ടെക്നിക്കൽ പ്രശ്നമുണ്ട്. ഒന്ന് സ്വതന്ത്രനായും കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും കാരണവശാൽ AITCയുടെ തള്ളുകയാണെങ്കിൽ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കും. ആം ആദ്മി പാർട്ടി കേരള ഘടകം ഇതിനോടകം അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ചു. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി നടത്തിയ പ്രകടനത്തിലും ആം ആദ്മി കൊടികളുമായി പ്രവർത്തകർ പങ്കാളികളായി. LDF UDF വിമർശനത്തിലൂന്നി പുതിയ മുന്നണി പ്രഖ്യാപനം നടത്തുന്ന PV അൻവർ ലക്ഷ്യമിടുന്നത് ഇരു മുന്നണികൾക്കും ബദൽ എന്ന നിലയ്ക്ക് NDAക്കും ഭീഷണിയാകുന്നുണ്ട്. നിലമ്പൂരിൽ നിന്ന് ഷബീർ ഉമർ, ടീം മീഡിയ 1.